നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 3 ദിവസത്തെ കനത്ത തകർച്ചയ്ക്ക് ശേഷം ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് വലിയൊരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. സെൻസെക്സിലെ 900 പോയിന്റിന്റെ കുതിപ്പ്, IDBI ബാങ്കിലുണ്ടായ വലിയ തകർച്ച, ഫോൺപേയുടെ IPOയുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം, കോൾ ഇന്ത്യയുടെ പുതിയ IPO, രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഡേറ്റ, ഒപ്പം അമേരിക്കയിൽ നിന്നുള്ള നിർണായകമായ ക്രൂഡ് ഓയിൽ മുന്നറിയിപ്പ് എന്നിവയുൾപ്പെടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന UPI പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഫോൺപേ ഏത് വലിയ അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ഓപ്ഷൻ എ ആമസോൺ, ഓപ്ഷൻ ബി വാൾമാർട്ട്, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി മെറ്റ. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ ഗംഭീര റിക്കവറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ വീഴ്ചകൾക്ക് ശേഷം താഴെയുള്ള ലെവലുകളിൽ നിക്ഷേപകർ നടത്തിയ വമ്പൻ ബൈയിങ് ആണ് വിപണിയെ ഇന്ന് തിരിച്ചുകയറ്റിയത്. സെൻസെക്സ് 900 പോയിന്റുകൾക്ക് മുകളിൽ കുതിച്ചുയർന്നപ്പോൾ നിഫ്റ്റി 23,400 എന്ന സുപ്രധാന ലെവലിന് മുകളിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ റിക്കവറിക്ക് ചുക്കാൻ പിടിച്ചത് മാർക്കറ്റിലെ വമ്പന്മാരായ HDFC ബാങ്കും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ്. ഇവയ്ക്കു പുറമെ അൾട്രാടെക് സിമന്റ് 4%, ഗ്രാസിം, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവ 3% നേട്ടമുണ്ടാക്കി ടോപ്പ് ഗെയിനേഴ്സിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു. എന്നാൽ ഈ ബുള്ളിഷ് ട്രെൻഡിലും ഡിഫൻസ് സെക്ടറിലെ BEL 2% ഇടിഞ്ഞ് ടോപ്പ് ലൂസറായി മാറി. ഇനി പബ്ലിക് സെക്ടർ ബാങ്കിംഗ് രംഗത്ത് നിന്നുള്ള വലിയൊരു നെഗറ്റീവ് വാർത്ത നോക്കാം. IDBI ബാങ്കിന്റെ ഓഹരികൾ ഇന്ന് 16%-ഓളമാണ് തകർന്നടിഞ്ഞത്. ഗവൺമെന്റും LICയും ചേർന്ന് IDBI ബാങ്കിലുള്ള തങ്ങളുടെ ഭൂരിഭാഗം ഓഹരികളും വിറ്റഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന്, ഈ ഓഹരി വിൽപ്പനയ്ക്കായി ലഭിച്ച ലേലത്തുകകൾ വളരെ കുറവായതിനാൽ ഈ നീക്കം സർക്കാർ ഉപേക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് മാർക്കറ്റിൽ പാനിക് സെല്ലിങ്ങിന് കാരണമായത്. ഡിസിൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിച്ചിരുന്ന നിക്ഷേപകർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഗവൺമെന്റ് ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നതുവരെ ഓഹരിയിൽ വൊളറ്റിലിറ്റി തുടരാൻ സാധ്യതയുണ്ട്. ആഗോള എനർജി മാർക്കറ്റിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ലഭിച്ച ഒരു മുന്നറിയിപ്പാണ് അടുത്ത വാർത്ത. അമേരിക്കയിലെ പ്രമുഖ എണ്ണ കമ്പനികളുടെ CEOമാർ ട്രംപ് ഭരണകൂടത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിലവിലെ ആഗോള ഊർജ്ജ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സപ്ലൈ വലിയ രീതിയിൽ തടസ്സപ്പെടുമെന്ന ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്ധന ചെലവുകളെ ഇത് നേരിട്ട് ബാധിക്കുന്നതുകൊണ്ട് ക്രൂഡുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ വ്യക്തമാക്കുന്ന മാക്രോ ഇക്കണോമിക് ഡേറ്റകളും ഇന്ന് പുറത്തുവന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി അഥവാ ട്രേഡ് ഡെഫിസിറ്റ് $27 ബില്യൺ കുറഞ്ഞിരിക്കുകയാണ്. ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരമാണ് വ്യാപാര കമ്മി. ഇത് കുറയുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും രൂപയ്ക്കും വളരെ നല്ലതാണ്. എന്നാൽ ഫെബ്രുവരിയിലെ കയറ്റുമതി അഥവാ എക്സ്പോർട്ട് $36.61 ബില്യൺ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള സാമ്പത്തിക മാന്ദ്യമാണ് നമ്മുടെ എക്സ്പോർട്ടിനെ ചെറിയ രീതിയിൽ ബാധിച്ചത്. എങ്കിലും വ്യാപാര കമ്മി കുറഞ്ഞത് വിപണിക്ക് ഒരു പോസിറ്റീവ് ട്രിഗറായി മാറി. ഇനി IPO മാർക്കറ്റിലേക്ക് വരാം. 2 സുപ്രധാന IPO വാർത്തകളാണ് ഇന്നുള്ളത്. ഒന്നാമതായി, ഡിജിറ്റൽ പേയ്മെന്റ് ഭീമനായ ഫോൺപേ തങ്ങളുടെ IPO പ്ലാനുകൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിലെ ജിയോപൊളിറ്റിക്കൽ പ്രശ്നങ്ങളും വിപണിയിലെ കടുത്ത ചാഞ്ചാട്ടവും കാരണമാണ് ലിസ്റ്റിംഗ് പ്രോസസ് ഹോൾഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചത്. വിപണി ശാന്തമാകുമ്പോൾ മാത്രമേ ഈ മെഗാ IPO ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. രണ്ടാമത്തെ വാർത്ത കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. കോൾ ഇന്ത്യയുടെ ഉപകമ്പനിയായ CMPDI തങ്ങളുടെ IPO തീയതികളും പ്രൈസ് ബാൻഡും പ്രഖ്യാപിച്ചു. 1833 കോടി രൂപയുടെ ഈ ഇഷ്യൂ മാർച്ച് 20 തുടങ്ങി മാർച്ച് 24 അവസാനിക്കും. ഒരു ഷെയറിന് 163 മുതൽ 172 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ പുതിയ ഷെയറുകൾ ഇറക്കുന്നില്ല, മറിച്ച് കോൾ ഇന്ത്യ തങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾ ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കുകയാണ്. അവസാനമായി RECയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കമ്പനി തങ്ങളുടെ നിക്ഷേപകർക്ക് 2026 സാമ്പത്തിക വർഷത്തിലെ ഇടക്കാല ലാഭവിഹിതമായി ഒരു ഷെയറിന് 3.20 രൂപ വീതം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പവർ ഫിനാൻസിംഗ് കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ UPI പ്ലാറ്റ്ഫോമായ ഫോൺപേ വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
ഇന്നത്തെ വലിയ മാർക്കറ്റ് റിക്കവറിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച പിടിച്ചുവെന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.